ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ മിക്സിയൊക്കെ കുറേ അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു എത്ര കറ പിടിച്ചതാണെങ്കിലും ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണുന്നത്. എന്നാലും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. 4 മിനിറ്റുള്ള വീഡിയോ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂണോളം നമ്മുടെ അപ്പക്കാറില്ലേ സോഡാപ്പൊടി അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ഒരു സോപ്പ് ഓയിലും നമ്മൾ ഇട്ടേക്കുന്ന നമ്മളിപ്പോൾ ഒഴിക്കുന്നില്ല അതേപോലെ തന്നെ കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഞാനതിലേക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ലെമണൊക്കെ ഹാഫ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അതിലേക്കൊന്ന് മുക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു അതിനകം കണ്ട് ഈ ഒരു മിക്സിൻ്റെ അകം കണ്ടല്ലേ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. അപ്പം കുറേ നേരം നമ്മൾ അതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള അഴുക്ക് ഫുള്ള് നമുക്ക് ഇളകി വരും കേട്ടോ. അപ്പം ചിലപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഈ സാധനം ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ എല്ലാ കറയും പോയി കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഒരുപാടധികം കറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം അതിനകത്ത് എല്ലാ ചെളിയും പോകുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിലുള്ള കറകളെല്ലാം ഇളകി കുതിർന്ന് നല്ല രീതിയിലിരിക്കും, നല്ല വെളുത്ത് കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് മിക്സിയുടെ കുറച്ച് ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ നമുക്ക് ഒഴിച്ചപ്പോഴത്തേനും ആ ഒരു വിനാഗിരി. അപ്പം കുറച്ച് ഒഴിക്കുകയാണെങ്കിൽ ഇത്രയും വെള്ളം അധികം ആവില്ല. അപ്പം സൂക്ഷിക്കണം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് കുറച്ച് എന്താ പറയുക നമുക്കൊന്ന് കാറ്റ് കൊള്ളിച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അകത്തേക്കൊക്കെ വെള്ളം ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളതൊന്ന് കെയർ ചെയ്ത് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും വിഷയം വന്നാലോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ഞാനിത് തന്നെ ഒരുപാട് നാളായിട്ട് ചെയ്യും. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇങ്ങനത്തെ തന്നെ പണിയാണ് ചെയ്യുന്നത്. ഇതുവരെയും കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ മാത്രം ഇച്ചിരി ഇത്രയും ചാറാക്കാണ്ടിരിക്കുക, അല്ല ഇച്ചിരി വെള്ളം കൂട്ടാണ്ടിരിക്കുക, ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഈ ഒരു പരിപാടി ചെയ്യാം കേട്ടോ. അപ്പം അധികം ക്വാണ്ടിറ്റി വേണമെന്നുള്ളൂ, സാധനങ്ങൾക്ക് ഇച്ചിരി കൂടെ കൂടുതൽ. ഇപ്പോൾ 1.5 സ്പൂണ് ബേക്കിംഗ് സോഡയ്ക്ക് വരാം ഒരു 3 സ്പൂൺ ബേക്കിംഗ് സോഡയ്ക്ക് ഇടണം എന്നുള്ള ഒരു കാര്യമുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വള്ളിയൊക്കെ എപ്പോഴും ചെളി പിടിച്ചിരിക്കും അല്ലേ, അത് നമ്മളിതുണ്ട് ഒരുപോലെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു വെള്ളത്തിൽ നമ്മുടെ ആ ഒരു ലിക്വിഡിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അതിലുള്ള എല്ലാ കറയും പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ ആ ഉരച്ചു കൊടുക്കുമ്പം തന്നെ ഒന്ന് ജസ്റ്റ് തൂത്തെടുക്കുന്നുള്ളൂ, അപ്പോഴേ ആ ഒരു കറയും കാര്യങ്ങളെല്ലാം പോകും. ഒത്തിരി കറയുണ്ട് അതിൽ, നല്ല ചെളി പിടിച്ചായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കുറേ ചെളി പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു സാധനത്തിനകത്തൊക്കെ ഇതുപോലെ കറകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ മുക്കിയിട്ട് വെക്കാം. നിങ്ങളൊരു 10-15 മിനിറ്റൊക്കെ വെക്കാം കേട്ടോ. ഞാൻ ഒരു 5 മിനിറ്റ് പോലും വെച്ചിട്ടില്ല. അതിന് മുന്നേ ഞാനിത് എടുത്തിട്ട് എന്നാലും കണ്ടു അത് നല്ലതായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. മുകളിൽ കണ്ടില്ല അത് ആ ഒരു സംഭവം വെച്ചതിൻ്റെ ഈ എന്താ പറയുക, നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളിൽ കുറച്ച് ഇങ്ങനെ മുറിഞ്ഞ് പോലെ ഇരിക്കത്തില്ലേ അതിൻ്റെ ഒരു സംഭവം, അതുപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു കളർ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതിനുള്ള കറകളെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു എപ്പോഴും കറ പിടിച്ചിരിക്കുന്ന ഇതിനകമാണ്. അപ്പോൾ കണ്ടോ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൽ ആദ്യമേ കാണിച്ചപ്പോൾ ഉള്ള അത്രയും ചെളിയും കറകളും ഒന്നും ഇല്ല കേട്ടോ. എല്ലാം തന്നെ നമുക്ക് ഈ ഒരു പേപ്പറിലേക്ക് ഇളകി വരും. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഇടഭാഗത്തൊക്കെ കണ്ടില്ല, അതൊക്കെ ജസ്റ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു ബ്രഷിൻ്റെ ഈ ഒരു സംഭവം കണ്ടില്ല, അവിടെ തലഭാഗം ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുത്താൽ അതിങ്ങനെ വളഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മിക്സിയുടെ അകമൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടല്ലേ നല്ല സൂപ്പറായിട്ട് നല്ല പുത്തൻ പോലെ ആയിട്ടുള്ള നമ്മുടെ മിക്സി. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ എന്നും ഒരു വീക്കിലി വൺസോ അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ കൂടുതൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആ ഒരു വാഷർ ഇളക്കാൻ പറ്റുമെങ്കിൽ അതിൽ ഇളക്കി ഇട്ടിട്ട് കൂടുതലും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൽ നിന്ന് ഇളകി വരില്ല, ഭയങ്കര ടൈറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് ഞാൻ തിളപ്പിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.